ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ആർ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ വാട്ട് ഈസ് ദ ലയബിലിറ്റി ഓഫ് എ ബെയിലി മേക്കിംഗ് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ്? സോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു യൂസ് എടുക്കുകയാണ്. ലൈക്ക് ഇപ്പോൾ ഒരു കാറ് കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഓടിക്കാൻ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തെഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാറ് യൂസ് ചെയ്യുക. അതായത് എന്തിനാണോ ഇത് വാങ്ങിച്ചത്, ഇപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരിക്കും, കല്യാണത്തിന് ചെക്കൻ്റെ കാറ് ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, ആ ഒരു വൈബിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചതായിരിക്കും. പക്ഷേ അത് കൂടാതെ തന്നെ, അതല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ അത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസ് ആയിരിക്കും. അതായത് അധികാരം കൊടുത്തതിലും അതിര് വിട്ട് പ്രവർത്തിക്കില്ലേ, അതാണ് അൺഓതറൈസ്ഡ് യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ബെയിലീൻ്റെ ലയബിലിറ്റി, എന്താ ബെയിലീൻ്റെ ബാധ്യത? അപ്പോൾ ലയബിലിറ്റി ഓഫ് ദ ബെയിലി മേക്കിംഗ് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 154 ആണ് കേട്ടോ ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇഫ് ദ ബെയിലി മേക്സ് എനി യൂസ് of the goods bailed which is any use of the goods bailed which is not according to the conditions of the bailment, which is not according to the conditions of the bailment. ബെയിൽമെൻറ്റിൽ പറയാത്ത ഒരു കണ്ടീഷൻ, അതായത് ബെയിൽമെൻറ്റിന് പറയാത്ത കാര്യത്തിന് വേണ്ടിയിട്ടെങ്ങാനും ആ ഒരു ഗുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ബെയിലി മേക്സ് യൂസ് ഓഫ് ദ ഗുഡ്, ഇഫ് ദ ബെയിലി മേക്സ് എനി യൂസ് ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ് which is not according to the conditions of the bailment, he is liable to make compensation to the bailer for any damage arising to the goods from or during such use of them. So ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ he is, who is that he is means bailey. So bailey is liable to make compensation to the bailer for any damage arising to the goods from or during such use of them. So from or during such use of them. Once again, he is liable to make compensation to the bailer for any damage arising to the goods from or during such use of them. അത്രയുള്ള ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഓൺ ദ ബേസിസ് ഓഫ് ദ റിവാർഡ് വാട്ട് ആർ വേരിയസ് കാറ്റഗറീസ് ഓഫ് ബെയിൽമെൻറ്റ്? റിവാർഡ് ഇൻ ദ സെൻസ് കൺസിഡറേഷനെ ബേസ് ചെയ്തിട്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഓൺ ദ ബേസിസ് ഓഫ് റിവാർഡ് ബെയിൽമെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റും ഉണ്ട്, നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റും ഉണ്ട്. 2 കാറ്റഗറി ഓഫ് ബെയിൽമെൻറ്റ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. സോ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഡ് ഗ്രാറ്റിറ്റ്യൂസ് മീൻസ് ഫ്രീ ഓഫ് ചാർജ് ആണല്ലേ. ഗ്രാറ്റിറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ഓഫ് ചാർജ് ആണല്ലേ. ദൈവത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അല്ലേ. ബിക്കോസ് നമ്മൾ അർഹിക്കാത്തതാണ് പല കാര്യങ്ങളും ദൈവം തന്നിട്ടുള്ളതല്ലേ, ഫ്രീ ആയിട്ട്. സോ ദ വേർഡ് ഗ്രാറ്റിറ്റ്യൂസ് മീൻസ് ഫ്രീ ഓഫ് ചാർജ് ആണ്. സോ എ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് ഈസ് വൺ when the provider of the service does it gratuitously. ഓക്കെ, ആ സർവീസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഗ്രാറ്റിറ്റ്യൂസ്ലി ആണ്, ഒന്നും പ്രതീക്ഷിക്കാതെ ഫ്രീ ഓഫ് ചാർജ് ആയിട്ട് ചെയ്യുന്നതാണ് ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കസിന് എൻ്റെ ക്ലോത്ത് കൊടുക്കുകയാണ്, അപ്പോൾ കസിൻ അത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നും ഫ്രീ ഓഫ് കോസ്റ്റിന്, ഫ്രീ ഓഫ് ചാർജിന് എനിക്കത് തിരിച്ച് നല്ല രീതിയിലുള്ളൊരു മാക്സി ആക്കിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ടോപ്പ് ആക്കിയിട്ടൊക്കെ എനിക്ക് അടിച്ച് തരികയാണ്. അപ്പം ഫ്രീ ഓഫ് ചാർജിന് ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് ഈസ് വൺ വെൻ ദ പ്രൊവൈഡർ ഓഫ് ദ സർവീസ് ഡസ് ഇറ്റ് ഗ്രാറ്റിറ്റ്യൂസ്ലി. പ്രൊവൈഡർ ഓഫ് സർവീസ് ഡസ് ഇറ്റ് ഗ്രാറ്റിറ്റ്യൂസ്ലി. അപ്പോൾ ഞാൻ എൻ്റെ സ്പെക്സിൻ്റെ ഇവിടെ 2 ബഡ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ബഡ്സ് ഒരെണ്ണം പോയി, അപ്പോൾ ഒരെണ്ണം തെന്നയ്ക്ക് പോയി. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇവിടെ വെക്കുമ്പോൾ ഈ മൂക്കിൻ്റെ സൈഡിലായിട്ടൊരു പാട് വരും. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ സ്പെക്സിൻ്റെ കടയിൽ പോയിട്ട് അവിടുത്തെ ഷോപ്പിലത്തെ ആളോട് പറഞ്ഞു ഇതൊന്ന് ശരിയാക്കി തരുമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിലൊരു 100 റുപ്പീസൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൾ എന്ത് ചെയ്തു, അത് ശരിയാക്കി തന്നു. നല്ല പുതിയ ബഡ്സ് 2 എണ്ണം വെച്ച് തന്നു. പിന്നെ ഇത് എന്തോ ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടൊക്കെ എൻ്റെ സ്പെക്സ് നല്ലോണം ക്ലീൻ ചെയ്ത് തന്ന്. എന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പൈസ കൊടുത്തപ്പോൾ വാങ്ങിയില്ല. സോ അപ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ ഓർമ്മ വന്നത്, വിച്ച് മീൻസ് ഗ്രാറ്റിറ്റ്യൂസ് ഫീലിംഗ് എനിക്ക് വന്നു.
ഇപ്പം ഫ്രീ ഓഫ് ചാർജിന് ഒരാളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പം ഞാനാണല്ലേ എൻ്റെ സ്പെക്സിന് ഞാനാണ് ബെയിലർ ഇവിടെ. എൻ്റെ സ്പെക്സ് എൻ്റെ പൊസഷൻ ഞാൻ ആൾക്ക് കുറച്ച് നേരത്തിന് കൊടുത്തൂലേ. അപ്പം ആ സർവീസ് പ്രൊവൈഡർ ഓഫ് ദ സർവീസ് ഡസ് ഇറ്റ് ഗ്രാറ്റീറ്റുവസ്ലി എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊവൈഡർ ഓഫ് ദ സർവീസ്. ഇപ്പോൾ ഗ്രാറ്റീറ്റുവസ്ലി ആരെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവർ ദൈവത്തിന് തുല്യമല്ലേ. കാരണം ദൈവമാണല്ലോ നമുക്കെല്ലാതും ഫ്രീ ആയിട്ട് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഗ്രാറ്റീറ്റുവസ്ലി ആര് ചെയ്തു തന്നാലും അവർ ദൈവത്തിന് തുല്യമാണ്. അങ്ങനത്തെ ബെയിൽമെൻ്റ് ആണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാത്ത ബെയിൽമെൻ്റ് ആണല്ലേ. സോ such bailment would be either for the exclusive benefits of bailor or bailee. ഏതെങ്കിലും ഒരാൾക്കായിരിക്കും അതിന് ശരിക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ സ്പെക്സ് ക്ലീൻ ചെയ്ത് തന്നപ്പോൾ സച്ച് ബെയിൽമെൻറ്റ് വുഡ് ബി ഐദർ ഫോർ ദ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ഓഫ് ദ ബെയിലർ ഓർ ബെയിലി. അപ്പോൾ ഞാനാണ് ഇവിടെ ബെയിലർ, അപ്പോൾ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് എനിക്കാണ് കിട്ടിയത്. എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്കേ ഇവിടെ നിന്ന് ബെനിഫിറ്റ് കിട്ടുള്ളൂ, ഒരാൾ സൗജന്യമായിട്ട് അത് ചെയ്തു കൊടുക്കുമായിരിക്കും. അപ്പോൾ എന്താണ് ബെയിലിക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്? ഇപ്പം എൻ്റെ ബെയിലർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കാണ് ബെനിഫിറ്റ് കിട്ടിയത് സ്പെക്സ് ബെയിലി ക്ലീനാക്കി തന്നപ്പോൾ. പക്ഷേ ഈ ബെയിലിക്ക് ഇങ്ങനെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കേസ് ഉണ്ടോ? ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു ചപ്പൽ, നല്ല ഭംഗിയുള്ളൊരു ഷൂ മോഡൽ ചപ്പലാണ് എൻ്റെ കയ്യിലുള്ളത്, ഷൂ ടൈപ്പ് ചെരുപ്പ്. ഓക്കെ, അപ്പോൾ അത് എൻ്റെ കസിന് ഇഷ്ടമായിട്ട് കസിന് ഒരു ദിവസം ഫങ്ഷൻ ഇടാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കൊടുത്തു. അപ്പം ഞാൻ എൻ്റെ പൊസഷനിൽ എൻ്റെ ഓണർഷിപ്പിലുള്ള സംഭവം ഒരാൾക്ക് കൊടുത്തപ്പോൾ ഞാൻ ബെയിലറായി. അപ്പോൾ അത് ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നത് ആർക്കാണ്? കസിനല്ലേ. അപ്പോൾ കസിൻ ആരായി? ബെയിലിയായി. ഓക്കെ, അപ്പം അതിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തരും. അടുത്താണ് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ്. അതാണ് സാധാരണ നടക്കുന്ന ബെയിൽമെൻറ്റൊക്കെ. നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ടൈലർ തുന്നി കൊടുക്കുന്നു, പൊസഷൻ ഓഫ് ദ ക്ലോത്ത് വാങ്ങി വെച്ചിട്ട് എന്നിട്ട് ആ ക്ലോത്ത് തിരിച്ചു കൊടുക്കുന്നു, അപ്പോൾ സർവീസ് മണി വാങ്ങുന്നു. അതാണ് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ്. നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് മീൻസ് വെർ ബോത്ത് ദ പാർട്ടീസ് ഗെറ്റ് സം ബെനിഫിറ്റ് ടുഗെദർ. ബോത്ത് ദ പാർട്ടീസിനും എന്ത് കിട്ടും? ബെനിഫിറ്റ് കിട്ടും. അതാണ് നോൺ ഗ്രാറ്റിറ്റ്യൂസും ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റും തമ്മിലുള്ള പ്രത്യേകത. സോ ബെയിൽമെൻറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ബോത്ത് ദ ബെയിലർ ആൻഡ് ദ ബെയിലി. ഇപ്പോൾ റെൻറ്റിന് കാറ് കൊടുത്തു, അപ്പം കാറ് കിട്ടിയെന്നുള്ളൊരു സർവീസും ആർക്ക് സർവീസ് കൊടുത്തത് ബെയിലറും ആ കാറ് യൂസ് ചെയ്യാൻ പറ്റിയത് ബെയിലിക്കും ആണല്ലേ. അപ്പം ആ ബെയിലി അത് യൂസ് ചെയ്തതിന് പകരമായിട്ട് സർവീസ് മണി കൊടുക്കും. കാറ് വാഷ് ചെയ്യാൻ, പാർക്ക് ചെയ്യാനൊക്കെ കീ നമ്മൾ കൊടുക്കൂലേ. അപ്പോൾ പൊസഷൻ ഇങ്ങനെ കൊടുക്കുകയാണല്ലേ. അപ്പം അതൊക്കെ ഈ ബെയിൽമെൻറ്റിൻ്റെ, ഈ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് അല്ല, നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. അമർ ബെയിലഡ് 50 kg ഓഫ് ഹൈ ക്വാളിറ്റി ഷുഗർ ടു ശ്രീജിത്ത്. അപ്പോൾ ബെയിൽ ചെയ്തതാണ്, അതായത് പൊസഷൻ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. 50 kg ഓഫ് ഹൈ ക്വാളിറ്റി ഷുഗറാണ് ടു ശ്രീജിത്തിനാണ് കൊടുത്തത്. ഹൂ ഓൺഡ് എ ഷോപ്പ് ആൻഡ് പ്രോമിസിങ് ടു ഗീവ് ₹200 അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ബാക്ക് ദ ബെയിലഡ് ഗുഡ്സ്. അപ്പം ഈ ഗുഡ്സ് ഞാൻ തിരിച്ച് എടുക്കണ സമയത്ത് ഞാൻ ₹200 തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം എന്തെങ്കിലും കാര്യത്തിന് പോണ വഴിക്കാവും. അപ്പം ഇതിങ്ങനെ ഈ ഷുഗർ ഈ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപ തരാമെന്നാണ് പറഞ്ഞതല്ലേ. അപ്പം ശ്രീജിത്ത്സ് എംപ്ലോയി അൺഅവെയർ ഓഫ് ദിസ് മിക്സ്ഡ് ദ 50 kg ഓഫ് ഷുഗർ ബിലോങ്ങിങ് ടു അമർ വിത്ത് ദ ഷുഗർ ഇൻ ദ ഷോപ്പ്. അപ്പോൾ 50 kg ഓഫ് ഷുഗർ ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ, 50 കിലോ ഷുഗറാണ്, അതുകൊണ്ടാണ് ₹200 കൊടുക്കണത്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ₹200 ഇങ്ങനെ വെക്കണേന്ന് കൊടുക്കണേന്ന്. ബട്ട് ഇറ്റ് ഈസ് എ ഹ്യൂജ് kg ആണല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീജിത്തിൻ്റെ എംപ്ലോയി അറിയാണ്ട് ഈ 50 കിലോ ഷുഗറും അവിടുത്തെ ഷുഗറും തമ്മിൽ മിക്സ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ആൻഡ് പാക്ക്ഡ് ഇറ്റ് ഫോർ സെയിൽ വെൻ ശ്രീജിത്ത് വാസ് എവേ. This came to the light only when Amar came asking for the sugar and he had bailed with Srijit as the price of the specific quality of the sugar trebled. So what is the remedy available to Amar? അപ്പോൾ അമറിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ശരിക്കും നടക്കുന്ന സിനാരിയോസാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ശരിക്കും നോക്കാം. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 157 പ്രകാരം ഓഫ് ദ കോൺട്രാക്ട് ആക്ട് 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അമർ ആരാണ്, ബെയിലറാണോ ബെയിലിയാണോ എന്നൊക്കെ നോട്ട് ചെയ്യണം. ശ്രീജിത്ത് ആരാണ്, ബെയിലറാണോ ബെയിലിയാണോ എന്നൊക്കെ നോട്ട് ചെയ്യണം. അപ്പം അമർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ കൊടുത്ത ആളല്ലേ, അപ്പോൾ അമർ എന്ന് പറഞ്ഞാൽ ബെയിലറാണ്. ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഏറ്റെടുത്ത ആളല്ലേ, അപ്പോൾ ബെയിലിയാണ്. അപ്പം അത് നോട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അമർ ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ ഫ്രം ശ്രീജിത്ത് എന്നാണ് ആൻസർ വരിക.
സോ കാരണം എന്തുകൊണ്ടാണ് ഈ പ്ലെഡ്ജും ബെയിൽമെൻറ്റും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ പ്ലെഡ്ജിൽ പൗണീൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ബെയിലീൻ്റെ ഡ്യൂട്ടി പോലെ തന്നെയാണല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പൗണീൻ്റെ ഡ്യൂട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഡ്യൂട്ടി ഓഫ് ദ പൗണി ഈസ് ടു നോട്ട് മിക്സ് ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, വിത്ത് ഹിസ് ഗുഡ്സ് എന്ന് പറഞ്ഞില്ലേ. സോ അതുപോലെ തന്നെ ബെയിൽഡ് ഗുഡ്സ് ഹിസ് ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ കാറ്റിൽസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും രീതിയിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ലല്ലോ. ഓൺ സ്റ്റോക്ക് ഓഫ് ഈവൻ അത് ലൈഫ് സ്റ്റോക്സ് ആയി പോലും അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. സ്വന്തമായിട്ടുള്ള സ്റ്റോക്സിൻ്റെ ഒപ്പം സ്വന്തമായിട്ടുള്ള കാറ്റിൽസിൻ്റെ ഒപ്പം ഈ കാറ്റിലിനെ ഇടാനായിട്ട് പാടില്ല. അങ്ങനെ ഇട്ടത് കൊണ്ടല്ലേ അങ്ങനെ കുട്ടി ഉണ്ടായത്. അപ്പം അങ്ങനെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും ആ കുട്ടീനെ ഈ ബെയിലർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു നിയമം വന്നത് അതുകൊണ്ടാണ് ബെയിൽമെൻറ്റ് ചെയ്ത ഗുഡ് ഒരിക്കലും ഓൺ ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആ കേസ് തന്നെയല്ലേ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇഫ് ദ ബെയിലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ശ്രീജിത്താണ്. സോ ബെയിലി വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ ബെയിലർ മിക്സസ് ദ ഗുഡ്സ് ഓഫ് ദ ബെയിലർ വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. അങ്ങനെ മിക്സസ് ദ ഗുഡ്സ് ഓഫ് ദ ബെയിലർ, അതായത് അമറിൻ്റെ ഗുഡ്സ് എന്ത് ചെയ്തു? മിക്സസ് ദ ഗുഡ്സ് ഓഫ് ദ ബെയിലർ വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. അങ്ങനെയാണെങ്കിൽ ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ദ ഗുഡ്സ് ബെയിൽഡ് ഫ്രം ദി അതർ ഗുഡ്സ്. അങ്ങനെയാണെങ്കിൽ ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ദ ഗുഡ്സ് ബെയിൽഡ് ഫ്രം ദി അതർ ഗുഡ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ദ ഗുഡ്സ് ബെയിൽഡ് ഫ്രം ദി അതർ ഗുഡ്സ് ആണെങ്കിൽ ആൻഡ് ഡെലിവർ ദം ബാക്ക്. അങ്ങനെ ആ ഗുഡ്സിന് ഡെലിവറി തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പം അമറിന് ആ 50 kg ക്വാളിറ്റി ഷുഗർ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എല്ലാം പാക്ക് ചെയ്ത് സീൽ ചെയ്ത് മിക്സ് ചെയ്ത സംഭവമാണ്, ഇല്ലല്ലോ. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ദ ഗുഡ്സ് ബെയിൽഡ് ഫ്രം ദി അതർ ഗുഡ്സ് ആൻഡ് ഡെലിവർ ദം ബാക്ക്. സോ ദ ബെയിലർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബിക്കം കോമ്പൻസേറ്റഡ് ബൈ ദ ബെയിലി ഫോർ ദ ലോസ് ഓഫ് ദ ഗുഡ്സ്. അപ്പം ദ ബെയിലർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി കോമ്പൻസേറ്റഡ് ബൈ ദ ബെയിലി ഫോർ ദ ലോസ് ഓഫ് ദ ഗുഡ്സ്. അപ്പോൾ ബെയിലർ എന്ന് പറയുന്ന നമ്മളുടെ അമ്മർ ഉണ്ടല്ലോ, അമ്മർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി കോമ്പൻസിയേറ്റഡ് ബൈ ദ ബെയിലി. ശ്രീജിത്ത് എന്തായാലും കോമ്പൻസേഷൻ കൊടുക്കണം ഫോർ ദ ലോസ് ഓഫ് ദ ഗുഡ്സ്. അദ്ദേഹത്തിൻ്റെ ഗുഡ്സ് മുഴുവൻ പോയില്ലേ, ഫോർ ദ ലോസ് ഓഫ് ദ ഗുഡ്സ്. അപ്പം ഇനി ഇദ്ദേഹത്തിൻ്റെ കടയിൽ വിൽക്കുന്ന രീതിയിൽ ആ ഷുഗറാക്കി മാറ്റണം. അപ്പോൾ ഇയാൾ വാങ്ങിച്ചതുപോലെ എന്ത് ചെയ്യണം? വാങ്ങിച്ചതുപോലെ ട്രീറ്റ് ചെയ്തിട്ട് ആ പൈസ അങ്ങോട്ട് കൊടുക്കണം. ആർക്ക്? അമറിന്. സോ ഇൻ ദ ഗിവൻ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസിനോ ഇൻ ദ ഗിവൻ ക്വസ്റ്റ്യനോ ഇഷ്ടപ്പെട്ടിട്ട് എഴുതണം ആൻസർ. ഓക്കെ, ശ്രീജിത്സ് എംപ്ലോയി മിക്സ്ഡ് ഹൈ ക്വാളിറ്റി ഷുഗർ ബെയിൽഡ് ബൈ അമർ ആൻഡ് ദെൻ പാക്ക്ഡ് ഇറ്റ് ഫോർ സെയിൽ. The sugar when mixed cannot be separated. The sugar when mixed cannot be separated. As Srijit's employee has mixed the two kinds of sugar, he, Srijit, must compensate Amar for the loss of his sugar. So as Srijit's employee has mixed the two kinds of sugar, he, Srijit, must compensate Amar for the loss of his sugar.